ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേട് ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന് ചേരും. കണക്കുകളിലെ പൊരുത്തക്കേടുകളിൽ വ്യക്തത വരുത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് ആലോചന. നമുക്കറിയാം, ദേവസ്വം ബോർഡിന്റെ കണക്ക് ഒന്ന്, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കണക്ക് മറ്റൊന്ന്, മന്ത്രി പറഞ്ഞ കണക്ക് മറ്റൊന്ന്, നിയമസഭയെ അറിയിച്ചത് വേറൊന്ന്. അങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പമുണ്ടാക്കി ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്ന ഒരു സംഘമായി ആഗോള അയ്യപ്പ സംഗമം മാറിയിരുന്നു. പണം നൽകാനുള്ള വ്യക്തികളെയും സംഘടനകളെയും അടക്കം യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ആകപ്പാടെ ആശയക്കുഴപ്പത്തിലുള്ള ഒരു സംഗതിയാണ്. എന്താണ് കൃത്യമായ കണക്ക് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ല. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കണക്കുകൾ, ഈ കണക്കുകൾ ഹാജരാക്കിയ പല ആളുകളും പറഞ്ഞത് വ്യത്യസ്തമായ കാര്യങ്ങൾ, ഓഡിറ്റർക്ക് സമർപ്പിച്ചതും രേഖകളിൽ കൃത്യതയില്ല. അങ്ങനെ വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം. എന്താണ് യോഗത്തിൻ്റെ ലക്ഷ്യം? ഏത് തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്? അതായത് നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകൾ നടക്കുകയും അതിൻ്റെ സ്പോൺസർമാരെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമം നടക്കുകയൊക്കെ ചെയ്ത PS പ്രശാന്ത് ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കിയതിന് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കാലാവധി നീട്ടി നൽകാനുള്ള സാധ്യത അതോടെ ഇല്ലാതാകുന്നു. അങ്ങനെ PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവിടേക്ക് ഈ വിവാദങ്ങളൊന്ന് തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് K. ജയകുമാറിനെ, മുൻ ചീഫ് സെക്രട്ടറിയെ തന്നെ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കുന്നത്. അതിന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പിന്തുണ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാം. അതിനുശേഷം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എത്ര സ്പോൺസർമാർ ഉണ്ടായിരുന്നു, അവർ എത്ര തുക ഇതിനുവേണ്ടി കൈമാറിയിട്ടുണ്ട്, അതിൽ എത്ര തുക ചെലവഴിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ ചില അഭിപ്രായ പ്രകടനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പലരുടെയും ഭാഗത്തു നിന്ന് വന്ന് നിയമസഭയിലടക്കം കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തതകൾ നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗം ചേരുന്നത്. അതിനുശേഷം ഇന്നത്തെ യോഗത്തിലെ ചർച്ചയാകുന്ന കാര്യങ്ങൾ റിപ്പോർട്ടാക്കി അത് കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. അതായത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ആകെ ലഭിച്ച സംഭാവനയുടെ തുക എത്ര, അതോടൊപ്പം അതിൽ എത്ര ചെലവഴിക്കപ്പെട്ടു. നമുക്കറിയാം, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ബോർഡ് പ്രസിഡന്റിന് പുറമെ ദേവസ്വം മന്ത്രി കൂടിയായ VN വാസവൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് അഡ്വാൻസായി അഡ്വാൻസായി എടുത്ത തുക അത് ബോർഡിൻ്റെ ഫണ്ടിലേക്ക് തന്നെ തിരികെ അപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ മറ്റ് വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ്. പക്ഷേ ചില കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ഇപ്പോഴും അവശേഷിക്കുന്നതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ചില സംശയങ്ങൾ ബാക്കി വെച്ചത്. അതുകൂടി ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന്. അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ PS പ്രശാന്ത് അധ്യക്ഷനായ ദേവസ്വം ബോർഡ്, പ്രസിഡന്റായ ദേവസ്വം ബോർഡാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിനുശേഷം PS പ്രശാന്ത് മാറിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ബോർഡിനടക്കം ഉത്സാഹം നഷ്ടപ്പെടുന്നു. ഉദ്യോഗസ്ഥർ ഈ വിഷയങ്ങളൊന്നും കാര്യമായി ജാഗ്രതയോടെ ഇടപെടാതിരിക്കുന്ന പശ്ചാത്തലം വരുന്നു. കണക്കുകളിലടക്കം ആ ഒരു ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് ബോർഡിനെയാണ് മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുകയും പേരുദോഷം കേൾപ്പിക്കുകയും ചെയ്തത്. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ഓഡിറ്റ് ചെയ്ത കമ്പനിക്ക് അവരെ എത്ര കുറ്റം പറഞ്ഞാലും അവർക്ക് കൊടുത്ത രേഖകളുണ്ടല്ലോ, അതിലുള്ള ക്രമക്കേടുകൾ, അതിലുള്ള തെറ്റുകൾ. ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻസിനെ കൊണ്ട് ഗാനമേള നടത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് തെറ്റായ കാര്യങ്ങൾ ഓഡിറ്റ് കമ്പനിയെ ഏൽപ്പിച്ചതിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടോ? അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം. ഇതിനെ അത്ര അലസതയോടെ കണ്ടതിൽ അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കൂടി കടക്കേണ്ടി വരില്ലേ ഡാൻ? അതായത് ബോർഡിനെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ SITയുടെ നിരീക്ഷണ വലയത്തിലാണ് ദേവസ്വം ബോർഡ്. അതേസമയമാണ് അവിടെ ED പരിശോധനയ്ക്ക് എത്തുന്നു. അപ്പോൾ ആകെപ്പാടെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു സർവൈലൻസിലാണ്. അതായത് ആ ഒരു നിരീക്ഷണം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു ശുഷ്കാന്തിയോടെയുള്ള ഇടപെടലുകളല്ല പിന്നീട് ഈ നടന്നതിന് ശേഷം, ഇത് വിവാദങ്ങളായതിനു ശേഷം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. എന്തായാലും ഇന്നത്തെ ഈ ബോർഡ് യോഗത്തിൽ, നിർണായകമായ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കും. ആർക്കാണ്, എവിടെയാണ് ഈ വീഴ്ച സംഭവിച്ചത്, ഈ കണക്കുകളിൽ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ്, പൊരുത്തക്കേടുകൾക്ക് വഴിവെച്ച പശ്ചാത്തലമെന്ന്, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ വിലയിരുത്തും. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ
ആകെ ലഭിച്ചിരിക്കുന്ന സംഭാവനകളും ആകെ ചെലവായിരിക്കുന്ന തുകയും അതിൽ ബാക്കി വന്നിരിക്കുന്ന തുക എവിടെ, അതിൽ ഒരു കൃത്യത വരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള കണക്കിലേക്ക് എത്തുക, അതിലെ പൊരുത്തപ്പെടുകൾ അത് കൃത്യത വരുത്തുക, അതിനുശേഷം അത് റിപ്പോർട്ടായി കോടതിയെ സമർപ്പിക്കുക എന്നുള്ളൊരു നീക്കമായിരിക്കും നടക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രധാനപ്പെട്ട യോഗം. ഈ കണക്കുകളിൽ നേരത്തെ ഉണ്ടായ ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് കണക്കുകളിൽ വ്യക്തത വരുത്തി ഒന്നുകൂടി ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുക, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി സമർപ്പിച്ചൊരു ബില്ലുണ്ടല്ലോ, ഒരു 7.25 കോടി രൂപയോളം വരുന്നത്. ബോർഡിൻ്റെ കണക്കനുസരിച്ച് 4.5 കോടി രൂപയോ മറ്റോ ആണ് ചിലവായി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അധിക തുക ആര് നൽകുമെന്ന കാര്യത്തിലും ഒരു അഭിപ്രായ രൂപീകരണത്തിൽ എത്തണമല്ലോ. സർക്കാരാണോ, ദേവസ്വം ബോർഡാണോ, അതോ മറ്റു സ്പോൺസർമാരെ കണ്ടെത്തുമോ? അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് ബോർഡിൻ്റെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട്. ഡാൻ, അതായത് ആ തുക ഒരുപക്ഷെ വെട്ടിക്കുറയ്ക്കാൻ പറഞ്ഞേക്കും, അതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ബില്ലിൽ അതിലൊരു കുറവ് വരുത്താൻ അവർ ആവശ്യപ്പെടാനാണ് സാധ്യത ഊരാളുങ്കൽ സൊസൈറ്റിയോട്. കാരണം ഇതൊരു വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതൊരു ദൂർത്തായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതിനോടകം തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ആദ്യഘട്ടം മുതൽ ഉയർന്നു കേട്ടതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയധികം തുക ഏതാണ്ട് 4.5 കോടിയാണ് ചിലവായിരിക്കുന്നതെന്ന് ബോർഡ് പറയുകയും അതിനപ്പുറത്തേക്കുള്ള ഒരു ബില്ല് ഊരാളുങ്കൽ സൊസൈറ്റി സമർപ്പിക്കുകയും ചെയ്താൽ അത് തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന തുക മുഴുവൻ അങ്ങോട്ട് നൽകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് വലിയ വിമർശനങ്ങൾ വീണ്ടും ക്ഷണിച്ചു വരും. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അതിനിടയിൽ വീണ്ടും ഒരു വിവാദത്തിൽ സർക്കാർ അറിഞ്ഞുകൊണ്ട് കൈവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ അതിൽ അവരോട് അത് ഒരിക്കൽ കൂടി, അതായത് അതിലൊരു നിജപ്പെടുത്തി അത് ആ കണക്കുകൾ സെറ്റിൽ ചെയ്യാനുള്ളൊരു നീക്കം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിലൊരു ധാരണയിലെത്തും. അപ്പോൾ മാത്രമേ ഇതൊരു വ്യക്തത കൈവരികയുള്ളൂ, ഏത് തരത്തിലായിരിക്കും ഇത് പൂർത്തിയാക്കുക എന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്, നമുക്കറിയാം. കണക്കുകളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്, കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്, നേരിട്ടുള്ള മേൽനോട്ടമുണ്ട്. ഇനിയൊരു കുഴപ്പം വരാത്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഭഗീരഥ പ്രയത്നം നടത്തിയാൽ മാത്രമേ ഈ നാണക്കേടിൽ നിന്ന് കരകയറാനാവൂ എന്നുള്ള ബോധ്യം ദേവസ്വം ബോർഡിനും സർക്കാരിനും മറ്റുമുണ്ട്. അതടക്കമുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഇന്നുണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.